ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മള് ഒരു യാത്ര പോയെന്ന് മക്കളും ഞാനും മക്കളെ ബാപ്പിയും എല്ലാം ഒരു യാത്ര പോയി. ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ടാകുമ്പോൾ കാണിക്കാം കൂട്ടുകാരെ. അങ്ങനെ നമ്മള് കണ്ണൂർ അറ്റക്കം പള്ളി എന്ന ഒരു മക്കാമിലാണ് വന്നിട്ടുള്ളത്. ഒരു പള്ളിയാണ്. അതിൻ്റെ ഉള്ളിലൊരു മക്ബറ, ഒരു ഔലിയാൻ്റെ മക്ബറ ഉണ്ട്. എനിക്ക് എന്താ പേരൊന്നും അറിയില്ല. അല്ലാണ്ട് നമ്മൾ അടിച്ചു പൊളിക്കാനൊന്നും വന്നില്ല. ഇവിടെ ഒരു നേർച്ചയുണ്ടായി. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ അടിച്ചു പൊളിക്കാനൊന്നല്ല. നമുക്ക് ഓരോ പ്രശ്നങ്ങളിൻ്റെ ഇടയിൽ നമ്മളിവിടെ നമ്മളേതായ ഇതുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് തീർക്കാനാണ് ഇവിടെ വന്നത്. നിങ്ങൾക്ക് അറിയുന്ന ആളൊന്ന് കമൻ്റ് അറിയണേ. അറ്റക്കപ്പള്ളി കണ്ണൂർ ഭയങ്കര ഫലം, നല്ല എന്താ പറയുക, അങ്ങനെ നല്ലൊരു ഫലമുള്ള ഇതാണ്, ഔലിയാണ്. ഭയങ്കര കറാമത്തലുള്ള ഔലിയാണ്. എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. എൻ്റെ മാപ്പിളിൻ്റെ ഉമ്മ പറഞ്ഞ അറിവേ എനിക്കറിയുള്ളൂ. ഇവിടുത്തെ ഔലിയാന്ന് പറഞ്ഞാൽ മരിക്കാണ്ട് കബ്തിൽ ഖുർആൻ ഓതിയിട്ട് ഖബറടക്കിയ ഔലിയാണ്. ഭയങ്കര കറാമത്താണ്. കള്ളത്തറലും ഇവിടുന്ന് പറഞ്ഞാൽ സത്യം ചെയ്യിപ്പിച്ചാൽ അത് ഭ്രാന്താവും. അങ്ങനെ പല കാര്യങ്ങളും ഇവിടുന്ന് ഒരിക്കലും കള്ളത്തരം പറയാനോ ഇവിടുന്ന് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് സത്യം ചെയ്യിപ്പിച്ചാൽ അത് എല്ലാവരും സത്യമേ പറയൂ, കളവ് പറയൂല. ഇവിടെ ഒരു കയറുണ്ട്, അതെനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അത് പെണ്ണുങ്ങൾക്ക് എവിടെ പോകാനൊന്നും കഴിയില്ല, പള്ളീൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ഇവിടെ വന്നിട്ടാണ്. അപ്പുറം തന്നെ കണ്ണൂർ കോട്ടയുണ്ട്. അങ്ങനെ ഞാനും വെറുതെ ഇവിടെ വന്നിട്ട് അവിടെ ഒന്ന് ചിലവും കാര്യങ്ങളൊന്നുമില്ല, അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കാണാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോയെന്ന് നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. കണ്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലോ വീഡിയോ എടുക്കുന്നത്, അങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് മിനിറ്റേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വീഡിയോ ഇടാൻ മാത്രം ഞാൻ അങ്ങനെ എടുത്തതാണ്. നമ്മൾ ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ വന്നതൊന്നല്ല ഗെയ്സ്. നമ്മൾ അങ്ങനെ നമ്മൾ അങ്ങനെ അടിച്ചു പൊളിക്കലും ഇല്ല. അങ്ങനത്തെ സാഹചര്യമല്ല. അങ്ങനത്തെ ഇപ്പം എൻ്റെ മോളെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയേ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അടിച്ചു പൊളിക്കാൻ വന്നതല്ല. പള്ളിയിൽ വന്നേരം ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ. എനിക്കൊരു പുതുമയാണ്. എൻ്റെ ഭർത്താവായിട്ട് ഇപ്പോൾ ഒരു നല്ലൊരു ഇതിലേക്ക് പോവുകയാണ്, എൻ്റെ ജീവിതം. അപ്പോൾ ആ ഒരു ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് വളരെ ആ ഒരു ജീവിതത്തിൻ്റെ ഒരു പോക്ക് എൻ്റെ ഭർത്താവായിട്ട് നല്ലൊരു സന്തോഷത്തിലാണുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്, വിഷമവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ലാണ്ട് ആരും വിചാരിക്കണം നമ്മൾ അടിച്ചു പൊളിക്കാൻ വന്നതോ ഒന്നല്ല. നമ്മളതിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടുത്തെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടോളൂ.
നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സോറി, ഞാൻ എൻ്റെ വായിന്ന് തെറ്റ് വന്നുപോയി. സോറി, ക്ഷമിക്കണേ. ആദ്യം നിങ്ങൾ വേണ്ടത്, ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതെന്തായാലും തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻ്റ് അറിയിക്കണം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ പറഞ്ഞോളൂ. അതിൻ്റെ മറുപടി നിങ്ങൾക്ക് തരും. നമ്മളെ വീഡിയോ എങ്ങനെയാണോ നല്ല രീതിയിൽ പോകുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാലേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. എന്തായാലും നിങ്ങളെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മളെ വീഡിയോ ഒന്നാമത് ആരാ എടുക്കുന്നതെന്ന് അറിയോ? എൻ്റെ സാരി മോളാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതാണ് പിന്നെ വീഡിയോൻ്റെ എന്തൊക്കെയോ അവളെ കയ്യിലാണ് ഫോണുള്ളത്. നമുക്ക് ഒറ്റ കൈ കൊണ്ട് എടുക്കാൻ കഴിയാത്തത് കൊണ്ട് സാരിനെ കൊണ്ടാണ് ഞാൻ എടുത്തിട്ട്. വേറെ ആരും നമുക്ക് ആരില്ലല്ല എൻ്റെ മോളല്ലാണ്ട്. അപ്പോൾ അവളെ എങ്ങനെയല്ലോ ചെറുതായിട്ട് ഏതെല്ലോ രീതിയിൽ എടുക്കുന്നത് കൊണ്ടാണ് പിന്നെ നമ്മൾ വീഡിയോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എന്ത് അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയുക. എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാലോ. നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് വീഡിയോ ചെയ്യാലോ. അങ്ങനെ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ? ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുന്നിൽ വീഡിയോ ഫോട്ടോ പോലെയെല്ലാം എടുത്ത് കാണിച്ചേ ഉള്ളൂ. നമ്മൾ ക്യാമറമാന് സാധ്യാണ് ഉണ്ടായിനി. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ എൻ്റെ മുത്തുമണികളെ. നമ്മൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, കമൻറ്റിൽ അറിയിക്കണം. തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കണം. കമൻറ്റിൽ നിങ്ങൾ പറഞ്ഞാലേ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വരുന്ന തിരുത്താൻ കഴിയും. അതുകൊണ്ട് നിങ്ങളെ കമൻറ്റിലൂടെ പറയണം എന്തായാലും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞോളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.